നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോളേജ് സീനിയർ നേഴ്സ് ബിജുകുമാറിനെ കാണാനില്ല എന്ന പരാതിയുമായി ശാലിനി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാലിനി മലയങ്കീഴ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ബിജുകുമാർ കരുനാഗപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംഭവിച്ചത്. ഇവിടെ നിന്ന് മകനും ബന്ധുക്കളും അങ്ങോട്ട് കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമപ്രകാരം തിരുവനന്തപുരത്തേക്കുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ കഴിയില്ല, ഇവിടെ തിരുവനന്തപുരത്ത് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ കഴിയില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. കൊല്ലം ജില്ലയിൽ തന്നെ പാരിപ്പള്ളിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വീട്ടിലേക്ക് ബോഡി കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞത്. ഓഫീസിൽ ഒത്തിരി പ്രശ്നങ്ങൾ ബിജുകുമാറിന് ഉള്ളതായി അറിയാൻ കഴിഞ്ഞു. അതെന്താണെന്ന് നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട്, വാർഡ് മെമ്പർക്ക് നമുക്ക് തന്നെ ചോദിക്കാം. വാർഡ് മെമ്പർ ജയകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവം? പുള്ളി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത? ആത്മഹത്യ ശരിക്ക് കാരണം വ്യക്തമല്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പിക്ചറായിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടി മരണത്തിന് ദുരൂഹതയുണ്ട്, അതിന് വേറെ തർക്കമൊന്നുമില്ല. കാരണം ഒരു വ്യക്തി സാധാരണ രീതിയിൽ നല്ല കുടുംബാന്തരീക്ഷത്തോട് കഴിയുന്ന ഒരു വ്യക്തി മരിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അപ്പോൾ ആ കാരണമാണ് നമ്മളിങ്ങനെ അന്വേഷിക്കുക. അപ്പോൾ വീടുപരമായിട്ട് ഇവിടെ ഏതൊരു വിഷയവുമില്ല. നാട്ടിൽ വളരെ വളരെ നല്ലൊരു ശാന്ത സ്വഭാവക്കാരനാണ്. എല്ലാ ആക്ടിവിറ്റീസിലും പുള്ളിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വഭാവമാണ്, ഒരു കുഴപ്പമില്ല, ഒരു ശാന്തനാണ്, എല്ലാവർക്കും ഉപകാരി എന്നാണ് ഞങ്ങൾക്കും അറിയാൻ കഴിഞ്ഞത്. അത് തന്നെയാണ്. വളരെ ആക്ടിവിറ്റി പുലർത്തുന്ന ഒരാളാണ്, നല്ലൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വൈഫും അവരും ഹെഡ് നേഴ്സാണ്, 2 കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ കുടുംബപരമായിട്ട് ദാമ്പത്യപരമായിട്ട് നമ്മളറിവിൽ അല്ലാതെയുള്ള അറിവിലും ഏതൊരുവിധ ഒരു വിഷയങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞത് ഓഫീസ് പരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കുറേ വിഷയങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അതിലെ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം 15-ാം തീയതി മുതലാണ് അദ്ദേഹത്തെ കാണാതായത്. അപ്പോൾ 16-ാം തീയതി മുതലാണ് നമ്മൾ ശരിക്കുള്ള അന്വേഷണങ്ങൾ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് വൈഫായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞത് അവരെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ യൂണിയൻ്റെ ആൾക്കാർ വന്നു പറഞ്ഞു, എനിക്ക് ആരെയും കാണണ്ട, എൻ്റെ ഭർത്താവിനെ കൊന്നവരാണ് നിങ്ങൾ. ആ ഒരു ലാംഗിലാണ് അവർ സംസാരിച്ചത് തന്നെ. കാരണം മാനസികമായിട്ടുള്ള ഒരു വ്യത കൊണ്ട് മാത്രമാണ് അവരതിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് വൈഫിൻ്റെ ഭാഗത്ത് നിന്നുള്ള സംസാരം നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. യഥാർത്ഥ വിഷയം ഈ ഡ്യൂട്ടി വിഷയം തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈഫ് ശാലിനി തങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ കാഷ്വാലിറ്റിയിലെ എത്രയോ വർഷക്കാലം 4-5 വർഷം അദ്ദേഹം കാഷ്വാലിറ്റിയിലെ ഹെഡ് നേഴ്സായിരുന്നു. എല്ലാവിധത്തിലുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നാലും ബാക്കിയുള്ള മന്ത്രിതലത്തിൽ നിന്നായിരുന്നാലും എന്ത് പറഞ്ഞിരുന്നാലും അതിനെയൊക്കെ ശിരസ വഹിച്ച് ചെയ്യുന്ന ഒരു വളരെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സമയം നോക്കാതെ 8 മണിക്കൂറൊന്നോ 9 മണിക്കൂറൊന്നോ നോക്കാതെ അദ്ദേഹം ഫുൾ ടൈമറായിരുന്നു. അവിടെ ഫുൾ ടൈമറായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു അപകീർത്തിപ്പെടുത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ എതിർ സംഘടനകൾ എന്തോ ഒരു പത്രവാർത്ത കൊടുത്തു എന്ന് പറയുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫ് കണ്ണാശുപത്രിയിലായിരുന്നു. കണ്ണാശുപത്രിയിൽ നിന്നാണ് ഈ 2 കൊല്ലം മുമ്പേ മെഡിക്കൽ കോളേജ് MCHലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് അവരും വരികയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് വൈഫും കൂടെ വന്നപ്പോൾ വൈഫും കൂടെ ചേർന്നുകൊണ്ടുള്ള അവരൊരു പ്രവർത്തനത്തിൽ അസുഖാലികളായിട്ടുള്ള സഹപ്രവർത്തകരോ അല്ലെങ്കിൽ യൂണിയൻ്റെ ഭാരവാഹികളോ ഒക്കെ അദ്ദേഹത്തെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും. അതുമാത്രമല്ല, അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അദ്ദേഹത്തെ മാറ്റുന്നു എന്നൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ കാര്യങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തെ വളരെയധികം വിഷമത്തിന് ഇടയാക്കി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത്തരം പ്രവൃത്തിയിലായിരിക്കും അദ്ദേഹം ഇതിലേക്ക് എത്തപ്പെട്ടതായിട്ട് കരുതുന്നു. അതായത് അവരുടെ കുടുംബപരമായിട്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഇല്ല. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അയൽവക്കത്ത് താമസിക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവർ തമ്മിൽ യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല.
പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ അറിവിൽ ഒരാഴ്ച കൊണ്ട് അവർക്ക് മാനസികമായിട്ട് രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് അന്വേഷിച്ചപ്പം ജോലി സ്ഥലത്തുള്ള മറ്റു ജീവനക്കാരുടെ ഹറാസ്മെൻ്റ് ആണെന്നാണ്. അത് ഏത് സംഘടനക്കാരാണ് ഏതാണെന്ന് ആളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഹറാസ്മെൻ്റ് ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. പക്ഷേ അത് വളരെ ദിവസം കൊണ്ട് കൂടി വരികയാണ്. വോളണ്ടറി റിട്ടയർമെൻറ്റ് വരെ എടുത്താൽ കൊള്ളാമെന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴതിന് മറുപടി ബിജു പറഞ്ഞത് നമ്മുടെ പിള്ളേർ പഠിക്കുകയല്ലേ, അതുകൊണ്ട് കുറച്ച് അവിടെ നമുക്ക് പോവാം എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ഇപ്പോഴും കൂടുതലായിട്ട് അറിയുന്നത് അവൻ്റെ ഭാര്യ വരെ പറയുന്നത് അവിടുത്തെ ഹറാസ്മെൻ്റ് കൊണ്ടാണ് എൻ്റെ ചേട്ടൻ ഇങ്ങനെ വന്നതെന്നാണ് പുള്ളിക്കാരിയുടെ ശക്തമായ അഭിപ്രായം. അത് നമുക്കും ഉൾക്കൊള്ളാതിരിക്കാൻ ഒക്കില്ല, നമ്മൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ അഥവാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും അവരെ ഹറാസ്മെൻ്റ് ചെയ്ത ഏത് കക്ഷികളായാലും ശരി, അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഗവൺമെൻറ് അതിന് വേണ്ട മുൻകൈ എടുക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഞങ്ങളുടെ ക്യാമറമാൻ അകത്ത് വിഷ്വലെടുക്കാൻ ശ്രമിക്കവേ NGO യൂണിയനിൽപ്പെട്ട സ്റ്റാഫുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ഇരിക്കുന്നത്. അവർ മനഃപൂർവ്വം കതക് ചേർത്തടക്കുകയായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടും അവർ അടച്ചു. എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണ വിവരം അറിയുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം അംഗമായിട്ടുള്ള NGO ഭാരവാഹികൾ ഇവിടെ മരണത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ അവരാരും ഈ വിഷയത്തിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ക്യാമറമാൻ സോനുവിനോടൊപ്പം റിപ്പോർട്ടർ രമേഷ് ഗോപാൽ.